അടുത്ത നിമിഷങ്ങൾ, അടുത്ത മണിക്കൂറുകൾ ഏറ്റവും നിർണായകമാവുകയാണ്. അവിടെ രണ്ട് കരയിലും, അങ്ങേക്കരയിൽ നാവികസേന, ഇങ്ങേക്കരയിൽ കരസേന, ഈ രണ്ട് സേന വിഭാഗങ്ങളും കാര്യങ്ങളുമായി പുരോഗമിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ നേരത്തെ രാവിലെ മേജർ ഇന്ദ്രപാലൻ പറഞ്ഞ കാര്യങ്ങൾ, ഇരുവശത്തു നിന്നും ചാനലുകൾ കീറിയെടുക്കുക, ആ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക, ആ വിധത്തിലുള്ള പരിശോധനകൾ നടത്തുക, ഒരുപക്ഷെ ആ വിധത്തിലുള്ള പരിശോധനകൾ കൂടിയായിരിക്കാം നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ MLA പറയുന്നത് അവിടെ മാപ്പിംഗ് നടക്കുന്നുവെന്നാണ്. പക്ഷേ ഇന്ദ്രപാലൻ്റെ സംഘത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് 2 വട്ടം ആ ട്രക്കിനടുത്തേക്ക് മുങ്ങിയെത്താൻ കഴിഞ്ഞു. പക്ഷേ അടിയൊഴുക്ക് രൂക്ഷമായതും സീറോ വിസിബിലിറ്റിയും ക്യാബിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അപ്പോഴും ഡ്രോൺ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രോൺ ബേസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വിധത്തിൽ മുങ്ങിക്കിടക്കുന്ന, പുതഞ്ഞു കിടക്കുന്ന, ഭൂമിക്കടിയിൽ മറഞ്ഞു കിടക്കുന്ന ആ കാര്യങ്ങളെ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ, അവിടേക്ക് എത്തിച്ചേരാനുള്ള പരിശ്രമങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 വട്ടം ലോറിയുടെ അടുത്തേക്ക് തെരച്ചിൽ സംഘത്തിന് ചെന്നെത്താൻ കഴിഞ്ഞു എന്നാണ് കരസേനാ വൃത്തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ വിവരമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. പക്ഷേ മാപ്പിംഗ് നടക്കുന്നു എന്നാണ് ഇപ്പോൾ MLA പറയുന്നത്. പക്ഷേ കുറച്ചുകൂടി ആഴത്തിലുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. മോത്തി, കരസേനയിലെ വിദഗ്ധ സംഘം അക്കാര്യം നമ്മളെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ തികച്ചും വിശ്വാസയോഗ്യമായ ഏറ്റവും പുതിയ വിവരമാണ് അതെന്ന് തന്നെ നമുക്ക് കരുതാം. ഏറ്റവും പുതിയ വിവരങ്ങളാണ്. 2 തവണ അവർക്ക് ഈ ലോറിക്ക് അരികിലേക്ക് എത്താൻ സാധിച്ചു. അതിൻ്റെ ക്യാബിനിലേക്ക് എത്താൻ സാധിക്കുന്ന ശ്രമങ്ങളിലാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. മധു, ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ബന്ധുക്കളായ ആരെങ്കിലും ഇപ്പോൾ നിലവിൽ സ്ഥലത്തുണ്ടോ? ബന്ധുക്കളിലേക്ക് നമുക്ക് എത്താനാവും. പക്ഷേ അവർ ഇങ്ങേറ്റത്താണുള്ളത്. ജിതിനാണ് അവിടെയുള്ളത്. അഭിലാഷും ഗിരീഷും ഇപ്പോൾ ആ പ്രദേശത്ത് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ നമുക്ക് വിവരം എത്താനാവും. ഞാൻ ബന്ധുക്കളോട് നേരത്തെ സംസാരിച്ചിരുന്നു. അഭിലാഷ് പറഞ്ഞതും കൂടുതൽ പ്രതീക്ഷയുണ്ട്, ഇന്നത്തെ ദിവസം കൂടുതൽ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ അനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷാപൂർവമാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ ഇത്ര നാളും പുഴക്കണ്ണുകളുമായി എന്ന് തന്നെ പറയാം ഈ പുഴയിലേക്ക് കണ്ണുനട്ട് ഇരിക്കുമ്പോൾ അത് വലിയ ശൂന്യതയോടുകൂടിയാണ് ഇരുന്നിരുന്നത്. പക്ഷേ അതിനപ്പുറത്ത് ഇപ്പോൾ കുറെ കൂടി കൃത്യമായ ഒരു അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിൽ കാര്യങ്ങൾ പോകാനാകും എന്ന് ഉള്ള ഒരു വിവരമാണ് നമുക്ക് കിട്ടുന്നത്. തിരികെ വരാം. നമുക്കിപ്പോൾ ഒറ്റ മിനിറ്റ് ഗിരീഷ്, മോത്തി, അഭിലാഷും ഗിരീഷും നമുക്കൊപ്പം ഉണ്ട്. ഗിരീഷ്, എന്താണ് അവിടെ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? പറയുന്നത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. 2 വട്ടം വിജയകരമായി അതിൻ്റെ അടുത്ത് എത്തിയെന്നാണ് പറഞ്ഞത്. ഇപ്പം MLA പറയുന്നത് എന്താ, സ്കെച്ചിങ് ആണ് നടക്കുന്നത്. പക്ഷേ നേരത്തെ നിങ്ങൾക്ക് ഈ വിവരം നേരത്തെ കിട്ടിയിട്ടുണ്ട്? ഇപ്പം ഒരു 10-15 മിനിറ്റ് ആയിട്ട്. മോത്തി, നമ്മൾ നേരത്തെ പറഞ്ഞ വിവരം 2 വട്ടം അതിനരികിലേക്ക് എത്തി എന്ന കാര്യം ബന്ധുക്കളും സ്ഥിരീകരിക്കുന്നുണ്ട്. ആ വിവരം ഇവർക്കും അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അവർ മറ്റ് ഫോണുകളിലാണ്. ഗിരീഷാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അഭിലാഷും നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തെങ്കിലും പുതിയ വിവരം ഉണ്ടോ? പുതിയ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം അവർ ഈ രക്ഷാദൗത്യത്തിൻ്റെ ടീം ഡൈവേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നാവികസേനയും അപ്പം പുതിയ വിവരങ്ങളായിട്ട് വരുന്നത് അതിനടുത്തേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. വ്യക്തമായ രീതിയിൽ നമുക്കത് കിട്ടിയിട്ടില്ല. ഒരു കൺഫേം ആവാതെ നമ്മൾ ചാനലുകളിൽ പറയുന്നതെല്ലാം ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ എത്താൻ ശ്രമിക്കുന്നു എത്താൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ മാത്രമാണ് നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജിതിൻ അവിടെയുണ്ട്. ജിതിൻ വണ്ടിക്കകത്തുണ്ട്. പിന്നെ നമ്മളുടെ MLA-മാരുടെ മോത്തി, കുറച്ചുകൂടി നമുക്ക് അഭിലാഷം കുറച്ചുകൂടി ഒരു പ്രതീക്ഷയോടുകൂടി നിൽക്കാം. ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് ഇരിക്കാവുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് തന്നെ നമുക്ക് അതിലൊരു ഉറപ്പ് വരുത്താൻ പറ്റുന്നുള്ള രീതിയിലാണ്. ഇന്ന് തന്നെ നമ്മൾക്ക് ബോഡിയോ അല്ലെങ്കിൽ വാഹനം മുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അവൻ ജീവനോടെ ഉണ്ടാവട്ടെ എന്ന് നമ്മളെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു.